അങ്ങനെ നമ്മുടെ റോഡ് ട്രിപ്പ് തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രകൃതിയുടെ ഒരു വിസ്മയമാണ്. കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളിലെ പ്രസിദ്ധമായ മോണോലിത്തിക് ലൈംസ്റ്റോൺ വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. യാന കൈവ്സ് എന്നറിയപ്പെടുന്ന ഈ പ്രകൃതിദത്തമായ ഗുഹകൾ ഇതിൻ്റെ പ്രധാന ആകർഷണമാണ്. ശിവഭഗവാന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടം പരിശുദ്ധമായി കണക്കാക്കുന്നു. ഈ ട്രിപ്പിൽ എൻ്റെ കൂടെ ഉള്ളത് സുഹൃത്തുക്കളായ സജിയും മുർഷിദുമാണ്. ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള പല ട്രിപ്പുകളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാവുന്നതാണ്. മസനഗുഡി യാത്രകൾ, മഹാരാഷ്ട്ര യാത്രകൾ, കാശ്മീർ യാത്രകൾ, ഇവരിലൊക്കെ പലരും മാറി മാറി ഉണ്ടായിരുന്നു. 390 അടിയോളം ഉയരമുള്ള പ്രകൃതിയിലെ ഈ വിസ്മയം തീർച്ചയായും കാണേണ്ട ഒന്നാണ്. ഞങ്ങൾ വന്ന സമയം വൈകുന്നേരമാണ്. തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയായി. കുറച്ചുകൂടി നേരത്തെ വന്നാൽ ഗുഹ ശരിക്കും ആസ്വദിക്കാൻ കഴിയും. പ്രകൃതിയുടെ ഒരു മഹാത്ഭുതമായ യാന കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇഷ്ടംപോലെ സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം വരാൻ. എന്തായാലും യാനയിലെ കാഴ്ചകൾ കാണാം. യാനയിലേക്ക് വളരെ ചെറിയൊരു ഫീസ്, എൻട്രി ഫീ ആയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് 5 രൂപയാണ്. പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ചില സമയങ്ങളിൽ അത് മാറിയേക്കാം. ബസ് സർവീസും ഇവിടേക്ക് ലഭ്യമാണ്. ബസ് സർവീസിന് ലിമിറ്റ് ഉള്ളതിനാൽ ബസ്സിൽ വരുന്നവർ തിരിച്ചു പോകുന്ന ബസ്സിൻ്റെ വിവരങ്ങൾ കൂടി ചോദിച്ചിട്ട് വേണം വരുവാൻ. സ്വന്തം വാഹനങ്ങളിൽ വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പാർക്കിംഗ് ഫീ 40 രൂപയാണ്. കാലത്ത് 8 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എൻട്രി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനായ ഗോവയിലെത്തി. ഗോവയിൽ മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ദൂദ്സാഗർ വാട്ടർഫോൾ ട്രക്കിങ്ങിനാണ് വന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ദൂദ്സാഗർ വാട്ടർഫോളിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടാകും. ദൂദ്സാഗറിന് മുന്നിലൂടെ ട്രെയിൻ പോകുന്നതും ഒരു പാലരുവിയായി ആ മനോഹര വെള്ളച്ചാട്ടം ഒഴുകുന്നതും പലരും കണ്ടിട്ടുണ്ടാകും. വാട്ടർഫോൾ ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം തെറ്റിദ്ധാരണജനകമായ ഇൻഫർമേഷനുകൾ ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ നിന്നും പിഴയും ചീത്തയും വെറുതെ സമയനഷ്ടത്തിനും അത് ഇടയാക്കും.
ഞങ്ങൾ വന്ന ദിവസം വൈകുന്നേരം വാട്ടർഫോൾ കണ്ട് കാലത്ത് തിരിച്ചു പോകാനായിരുന്നു പരിപാടി. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കണ്ട വീഡിയോകളിലും ഇതേപറ്റി വിവരങ്ങൾ ഇല്ലായിരുന്നു. ഇവിടെ ഏർലി മോർണിംഗിന് വന്ന് വരി നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കുവാൻ. ഗൂഗിൾ മാപ്പിൽ ദൂദ്സാഗർ വാട്ടർഫോൾ ട്രക്കിംഗ് ബുക്കിംഗ് എന്നൊക്കെ അടിച്ചാൽ കറക്റ്റ് ഇവിടേക്ക് എത്തും. ഇവിടെ അടുത്ത് തന്നെയാണ് കുലേം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. താമസത്തിന് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പല ബഡ്ജറ്റിലുള്ള നിരവധി സ്റ്റേ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വരി നിൽക്കണം. 9 മണിയോടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആകും. വരി നിൽക്കുമ്പോൾ ഫ്രണ്ട്സിനെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരാൾ തിരിച്ചു വന്ന് വരി നിൽക്കുമ്പോൾ മറ്റേ ആൾക്ക് കഴിക്കാൻ പോകാം. പിന്നെ ടിക്കറ്റ് ഫീ നോക്കി ക്യാഷ് ചേഞ്ച് ഒക്കെയായി നിന്നാൽ വളരെ നന്നായിരിക്കും. റെയിൽ പാളത്തിലൂടെയും കുലേം സ്റ്റേഷനിൽ ഇറങ്ങി പാളം വഴിയും ട്രക്കിങ്ങിന് പോകുന്ന പല ആൾക്കാരെയും വഴിയിൽ കണ്ടു. പലരും ഇത്തരത്തിൽ അനധികൃതമായി ട്രക്കിംഗ് ചെയ്യുന്നുണ്ട്. നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയ കൗണ്ടറിൽ നിന്ന് ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും സഫാരിക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോകാം. ഞങ്ങൾ സഫാരിയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ നമ്മൾ ദൂദ്സാഗർ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിനി കാണാം. ഓക്കെ,
വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി മുകളിൽ റെയിൽപാളത്തിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കണ്ടാൽ അടിപൊളിയാണ്. പക്ഷേ അനധികൃതമായ ആ പരിപാടിക്ക് താല്പര്യമില്ലാത്തതിനാൽ നമുക്ക് അനുവദിച്ചു തന്ന ഈ മനോഹര തീരത്ത് വെച്ച് മനസ്സ് നിറയെ ആസ്വദിക്കുക. ആദ്യ വാഹന ലിസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റിയതിനാൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞു. മടങ്ങുമ്പോഴേക്കും ക്രൗഡായി തുടങ്ങിയിരുന്നു. എന്തായാലും ഈ ഒരു ആഗ്രഹവും സാധിച്ചു. ഇനി അടുത്ത സ്ഥലത്തേക്ക്. തിരിച്ചെത്തി ഉച്ചയോടുകൂടി ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. അടുത്ത യാത്ര പ്രകൃതിയുടെ ഒരു വിസ്മയ കാഴ്ചയാണ്. അടുത്ത വീഡിയോയിൽ ആ കാഴ്ചകൾ കാണാം. നന്ദി.